നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവവചനം അനുഗ്രഹിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അധരങ്ങളിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഒഴുകേണ്ടിയിരിക്കുന്നു. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുതേ എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ഇതുതന്നെയാണ് ക്രിസ്തുനാഥനും തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. കുരിശിൽ കിടന്നുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരനുഗ്രഹത്തിൻ്റെ ജീവിതം നയിക്കുവാനും ഒരനുഗ്രഹമായി മാറുവാനും നമുക്കൊരുങ്ങാം. കർത്താവ് പഴയ നിയമത്തിലൂടെ ഓർമ്മപ്പെടുത്തി, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നു. അബ്രഹാത്തോട് കർത്താവ് പറഞ്ഞു, നീയൊരു അനുഗ്രഹമായിരിക്കും, നീയൊരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞ് ഭൂമി മുഴുവനെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി. എങ്കിൽ നമ്മെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ നാമും അനുഗ്രഹം പ്രദാനം ചെയ്യുന്നവരാകണം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മെ വേദനിപ്പിക്കുന്നവരെ ശപിക്കുവാനുള്ള തിന്മയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാലും അവൾ എന്നോടിത് ചെയ്തല്ലോ എന്ന വേദനയുടെ നിറവിൽ നിന്നും ശാപവാക്കുകൾ പലപ്പോഴും ഉതിർന്നു വീഴാറുണ്ട്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുക, ശപിക്കരുത്, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത് എന്ന്. എങ്കിൽ ഓരോ പ്രഭാതത്തിലും നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും കർത്താവ് എൻ്റെ അധരത്തിൽ നിന്നും അനുഗ്രഹത്തിൻ്റെതായ വചനങ്ങൾ മാത്രം പുറപ്പെടുവാൻ എന്നെ ഒരുക്കണമേ. ശാപവാക്കുകളും ശാപത്തിൻ്റെതായിട്ടുള്ള സന്ദേശങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരനുഗ്രഹത്തിൻ്റെ വക്താവായി നമുക്ക് തീരുവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ തമ്പുരാനെ, ഈ പ്രഭാതത്തിലിതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് അബ്രഹാത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയതുപോലെ ഞങ്ങളെയും ഒരനുഗ്രഹമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ. ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെയും ഞങ്ങളെ സഹായിക്കുന്നവരെയും അനുഗ്രഹത്തിൻ്റെ വാക്കു പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാനും ശാപവാക്തിൻ്റേതായിട്ടുള്ള വാക്കുകൾ നിരസിച്ച് അവയെ നിഗനിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ ഒരനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.